ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമസ്കാരം ദാസേട്ടാ. നമസ്കാരം. വന്ധ്യപിതാവ് ശ്രീ അഗസ്റ്റിൻ ജോസഫ്, അദ്ദേഹം പ്രശസ്തനായ ഒരു കർണാടക സംഗീതജ്ഞനായിരുന്നു, നാദോപാസകനായിരുന്നു, അഭിനേതാവായിരുന്നു. ആദ്യത്തെ ഗുരു. അവിടെ നിന്ന് മഹാഗുരുനാഥന്മാരുടെ പരമ്പരകളുമായി ബന്ധപ്പെടാനുള്ള സുവർണാവസരം. ആദ്യം യുവജനോത്സവത്തിൽ തുടങ്ങുന്നു. 61 കാൽപ്പാടുകളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും സംതൃപ്തിയുള്ള ഒരു ഇത് മറക്കാനൊക്കാത്തത് അതാണ്. കാരണം ഞാൻ പാടാൻ എന്നെ കൊണ്ട് പാടിക്കാനിരുന്ന ഒരു പാട്ട് കാണുമ്പോൾ ഞാനൊരു കാര്യരുമ്പ്, അതിന് എനിക്ക് യോജിക്കുന്ന അതേ അല്ല. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് എനിക്ക് കിട്ടിയത് ഈ വലിയ മഹത്തായിട്ടുള്ള നാം ഏവരും ഉൾക്കൊള്ളേണ്ട ഒരു 4 വരികളാണ്. ആ 4 വരികളിൽ ഞാൻ പറയുന്നത് സകല ഉപനിഷത്തുകളും സകല ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഇതും എല്ലാം അടങ്ങുന്നുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. മാതൃകാ സ്ഥാനമാക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല, മാതൃകാ സ്ഥാനമാണിതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊരു കോൺഫിഡൻസിന് ആ നിലവാരം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ പോക്ക് ഇപ്പോഴും നോക്കുമ്പോൾ വാസ്തവത്തിൽ എത്ര ഒരു ചെറിയൊരു പവർഫുൾ മെഡിസിൻ ഇൻ എ സ്മോൾ ക്യാപ്സ്യൂളൈസ് ചെയ്തിട്ട് അദ്ദേഹം നമ്മുടെ വായിലേക്ക് ഇട്ട് തന്നിട്ട് അതൊന്ന് വിഴുങ്ങാനുള്ള മനോഭാവം മനുഷ്യൻ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ദുഃഖമുള്ളൂ എനിക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഒരിക്കലും അദ്ദേഹം ഒരു ഈഴവജാതിക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല ഇത്. അതായത് നമ്മുടെ ഋഷീവരന്മാരും പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയൊന്നല്ല, ലോകത്തിലെ സമസ്ത ജീവചരാചരങ്ങൾ നന്നായിട്ടിരിക്കണമെന്നാണ്. അത് പ്രാർത്ഥിച്ച വേറെ ഒരു സ്ഥലവുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച ഋഷീവരന്മാരുടെ പരമ്പരയിൽ പെട്ട ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്നതും നമുക്ക് ഗുരുതുല്യനായിട്ട് വയ്ക്കാവുന്ന അതിൽ കൊണ്ടുപോയി നമ്മളൊരു സമുദായമാക്കി അതിനെ താഴ്ത്തുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വിപ്ലവകരമായ ഒരു നീക്കത്തിൽ സവർണ മേധാവിത്വം കൊടികുത്തി വാണ ആ കാലത്ത് ക്ഷേത്രപ്രവേശനം ഒന്നും പ്രഖ്യാപിക്കാത്ത ആ പഴയ കാലത്ത് ഞാൻ പ്രതിഷ്ഠിക്കുന്നത് ഈഴവ ശിവനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വിപ്ലവകരമായ ഒരു രീതിയിലാണ്. ശരിയാണ്. പക്ഷെ എന്തെന്ന് വെച്ചാൽ എന്തൊരു മഹാബുദ്ധിയാണത്. മണ്ടന്മാർ മറ്റുള്ളവരെ അങ്ങനെ അങ്ങേറ്റം മണ്ടന്മാരാണെന്ന് ആക്കി കളഞ്ഞില്ലേ. അപ്പോൾ അവർ അന്ന് ആയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ആരാ മണ്ടൻ? ഏറ്റവും ബുദ്ധിമാൻ ഇദ്ദേഹവും മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ഞാൻ എതിർത്തവരെ പറ്റിയാണ് പറയുന്നത്. അതായത് എൻ്റെ മോഹൻ, അതായത് ഞാൻ തുറന്നു പറയട്ടെ, ഇത്ര കാലമായിട്ട് ഞാൻ ഉപനിഷത്തൊക്കെ കുറേ മുൻപ് മുതലേ വായിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാം ആയെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. പക്ഷെ പഠിക്കേണ്ടത് നമ്മൾ ഈ സ്കൂളിലെ വിദ്യാഭ്യാസമൊന്നും അല്ല. കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 11 വയസ്സ് 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ വായിക്കണം. അത് വായിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അതിന് പൊരുൾ മനസ്സിലാകും. ഞാനൊരു പ്രത്യേക കാര്യം പറയാം. ഈ ക്രിസ്ത്യൻ ഇതിൽ ബൈബിളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യം മുതൽ കൊണ്ട് തന്നെ യഹൂദ വംശത്തിൽ നിന്നാണ് 10 പ്രമാണങ്ങളുണ്ടായത്. ആ 10 പ്രമാണത്തിൽ ഞാനല്ലാതെ മറ്റൊരു തമ്പുരാൻ നിനക്കുണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ എന്നുള്ള പോലെ ഒരു ചടിച്ചു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതെന്താന്ന് പോട്ടെ. എവിടെ ഈ ലിങ്ക് പോയെന്നുള്ളത്, ആ കൂട്ടായ്മ എവിടെ നശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈശാവാസ്യ ഉപനിഷത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ നശ്വരങ്ങളായ ദേവതകളെയും മാതൃപിതൃക്കളെയും
മാനവജാതികളെയും നീ വണങ്ങരുത്, എന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നു തന്നെയല്ലേ? അതെ. ഇങ്ങനെ മറ്റതിലും അത് തന്നെ, മുസ്ലിം സഹോദരങ്ങളും അത് തന്നെ പറയണം, വേറെ ഒന്നിനെ ഞങ്ങൾ പൂജിക്കില്ല. ആയിക്കോട്ടെ, ഞാൻ കൺഫ്യൂഷനായി. കാരണം ഞാനിതെല്ലാം എല്ലാത്തിലും തേടി നടന്നവനാണ്. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് വളരെ വിഷമിച്ചു ഞാൻ കുറേ മാസങ്ങൾ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എബ്രാഹിമിൻ്റെ ഒരു കഥ എൻ്റെ മനസ്സിലോടി. കാരണം തൻ്റെ അച്ഛൻ ഒരു വലിയ കൊശവനായിരുന്നു. ആ കൊശവനായിരുന്ന അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ചിലപ്പോൾ മന്ത്രവും മറ്റു ദുർപ്രയോഗങ്ങൾ ചെയ്യാനുള്ള ബിംബങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പിന്നെ നല്ലതും ഒക്കെ ഉണ്ട്. അങ്ങേരുടെ ഇത് കൊശവനുള്ള ജോലി, അങ്ങേരെ ആർക്കും വേണമെങ്കിലും എന്തും ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ അപ്പോൾ ഈ കുഞ്ഞ് പെട്ടെന്ന് ഈ മകൻ അത്ര ചെറുപ്പത്തിലേ പോയിട്ട് ഒരു ബിംബം തട്ടി ഉടനെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം വയറ്റുപിഴപ്പെന്നുള്ള അർത്ഥമാണ്. ഉടനെ ഈ കുഞ്ഞ് ചോദിച്ചതാണ്, അത് ചോദിക്കാനുള്ള കരുത്ത് എങ്ങനെ കിട്ടിയെന്നുള്ളത് അതും ഭഗവാന്റെ നിന്ന് കിട്ടുന്നതാണ്. നമ്മളെ രക്ഷിക്കേണ്ട ബിംബം ഉടയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വലിയൊരു മാറ്റമായിരുന്നു. ഉടനെ അച്ഛൻ ഇവനെ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് പുറത്തള്ളി. അന്നത്തെ കാലം അതാണല്ലോ. അതിനുശേഷമാണ് ആ റെവല്യൂഷണറി തിങ് വന്നത്, വേറെ ഒരു ബിംബങ്ങളെയും. അപ്പോൾ ഞാനാകെ വിഷമത്തിലെടുത്ത്. ഇത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഇതൊരു വല്ലാത്തൊരു ഇതായിരിക്കും. ഞാനിപ്പോൾ അയ്യപ്പൻ കോവിൽ പോവും, മൂകാംബി പോകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ സർവത്തിനെയും കാണാൻ നമുക്കൊക്കാത്ത ഒരു പരബ്രഹ്മ നിലയുണ്ട്. അതായത് സർവം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ തത്വം അതിൻ്റെ അകത്ത്, ആ കൃഷ്ണശിലയുടെ അകത്തുണ്ട്. ആ കൃഷ്ണശില ഉടയാം, ആ കൃഷ്ണശിലയുടെ ആഭരണങ്ങളൊക്കെ വലിച്ചു മാറ്റാം, അല്ലെങ്കിൽ ആ മൂകാംബിയുടെയൊക്കെ ആഭരണങ്ങളൊക്കെ മാറ്റാം. പക്ഷെ അതിനകത്തൊരു ഇതുണ്ട്, അത് ആർക്കും കാണാനൊക്കില്ല. ഞാനിപ്പോൾ മൂകാംബിയുടെ പോയാലും എവിടെ പോയാലും പള്ളിയിൽ പോയാലും ശരി, സർവം ബ്രഹ്മാസ്മി എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നു. ശ്രീമതി പി സുശീല അമ്മയാണെന്ന് തോന്നുന്നു. ദാസേട്ടനെ പറ്റി പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത്, ആകാശം എത്ര ഉന്നതമാണ്, പക്ഷേ ശ്രീ യേശുദാസ് ആകാശത്തിനും മുകളിൽ സഞ്ചരിക്കുന്ന ദേഹമാണ് എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, പ്രണവത്തെ അതീവ ഭാസുരമായും നാദസ്നിഗ്ധമായും ദാസേട്ടൻ എപ്പോഴൊക്കെ ഓങ്കാരം എവിടെയൊക്കെ ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അത് സചേതനമായ ഒരു വിഗ്രഹമായി ചെല്ലുകയായിരുന്നു. ആ അർത്ഥത്തിൽ ഈ പ്രണവത്തോടുള്ള ഈ ഒരു ഉപാസകൻ്റെ ഞാൻ വായിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു ശ്ലോകങ്ങൾ പഠിച്ചിട്ടോ ഒന്നുമല്ല. എനിക്ക് കിട്ടുന്നത് ഒരുപാട് നല്ല ആളുകളുമായിട്ടുള്ള പരിചയം കൊണ്ട്, അത് അവരിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് നല്ല ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മറക്കില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ളതൊന്നും ഞാൻ എടുക്കില്ല. അത് വേറെ കാര്യം. പക്ഷേ ഈ ഓം എന്നുള്ളതിന് എനിക്ക് അല്ലെങ്കിൽ എനിക്കെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ പറയുമ്പോൾ അടിയിൽ നിന്ന് വന്നു പോകും. കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ടും ആ പരമമായിട്ടുള്ള ശക്തി എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള തരും. ഈ ഓം എന്നുള്ളത് നമ്മുടെ ഋഷിവരന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാം പറയുന്നുണ്ട് ആവും എന്നാണെന്ന്. ആന്ന് തുടങ്ങി ഊല് പോയി ഉമ്മിൽ പോയി അവസാനിക്കുകയാണെന്നാണ്. മോഹൻ ഒരു കാര്യം അറിയണം, അള്ളാഹ് എന്ന് പറയുന്ന വാക്കിലും യഹോവ എന്ന് പറയുന്ന വാക്കിനും ആ വാക്കിനും കൃഷ്ണ എന്ന് പറയുന്നതിനാലും രാമ എന്ന് പറഞ്ഞാലും മറ്റ് ദുർവാക്കുകൾ പറയുന്നതിന് മുൻപ് എന്നുള്ള വാ തുറക്കേണ്ടിയിരിക്കുന്നു. ആ വാ തുറക്കുന്നത് നമ്മളിന് ശബ്ദമില്ലാണ്ടാണ് തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞിട്ട് ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പറയാതെ ഒരു വാക്കും ഈ ലോകത്ത് പറയാനൊക്കില്ല നമ്മളെ കൊണ്ട്. അത് തന്നെയാണ് പ്രണവ മന്ത്രമായി മാറിയിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു വേറൊരു ഉദാഹരണം കൂടി എനിക്ക് അടിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു കുട്ടിക്കും ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു അപ്പനോ അമ്മയോ മറ്റാരും ഉപദേശിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എന്നാണ് പറയുന്നത്. അമ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് ഫോമാണ്. ഓം അമ്മ. അമ്മായും ഓയ്ക്കും രണ്ടിനും വ്യത്യാസമേ ഇല്ല. അത് രണ്ടും പ്രണവമന്ത്രമാണ്. ഒരാൾ 1000 വാട്ടി അമ്മ എന്ന് വിളിക്കുന്നതും 1000 പ്രാവശ്യം ഓം എന്ന് പറയുന്നതും തുല്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഹരിവരാസനവും അതോടൊപ്പം തന്നെ ദേവി കീർത്തനവും ഒന്നിച്ചു ചേർന്ന നിലയിൽ യൂട്യൂബിൽ മറ്റും ദാസേട്ടൻ്റെ ആ ഗാനനിർച്ചരി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാനത് വീണ്ടും കേട്ടു. അപ്പോൾ ആ ദേവി കീർത്തനം അവസാനിക്കുന്നത് അത്യന്തം ചൈതന്യവത്തായ പ്രണവത്തിൻ്റെ ആ ഗാനത്തോടു കൂടിയാണ്. അപ്പോൾ ഡിവോഷണൽ സോങ്സ്
ഭക്തിഭാവഭരിതമായ നാദോപാസന. അങ്ങ് ഈശ്വരനുമായി നേരിട്ട് സംവദിക്കുന്ന മുഹൂർത്തങ്ങൾ എങ്ങനെയാണതൊക്കെ? അല്ല, ഇവിടെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളറിയാതെ നമുക്ക് ഏറ്റവും സന്തോഷം വരുമ്പോഴല്ലാണ്ട് സങ്കടം വരുമ്പോഴും ഒക്കെ വരുന്നത് കണ്ണീരാണ്. അത് എപ്പോഴും നമുക്കത് കിട്ടില്ല. മറ്റ് ദുഃഖം കൊണ്ട് പലപ്പോഴും വരും, പക്ഷെ സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നതിനാണ് ഏറ്റവും വലിയ വിലയുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പാടി കച്ചേരി പ്രത്യേകിച്ച് എനിക്ക് ദൈവം തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കർണാടക സംഗീതം, ഞാൻ ഈ സൗത്ത് ഇന്ത്യയിൽ ജനിക്കാനും പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് ഈവൻ സംഗീതം വരുമോ എന്നൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് എന്നെ നല്ല വിധത്തിൽ ഇദ്ദേഹം എന്നെ ഇട്ടുകൊണ്ട് ശരിക്ക് പിഴിഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥത്തിലാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ വൈരാഗ്യം എന്ന് പറയുന്നത് ദുർവൈരാഗ്യം എടുത്തില്ല. വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ പറയുന്നത് ഏറ്റവും വേണ്ടിയ വിധത്തിൽ ധ്യാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്. പാവനമായ തീർത്ഥാടനത്തിൻ്റെ വേള കൂടിയാണ്. ആ ഹരിവരാസനത്തിൻ്റെ ആത്മീയ നിർവൃതി അല്പം ഏതല്ല അതിൻ്റെ 4 വരികൾ ഞാൻ പാടാം. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോൾ പാടിയതുകൊണ്ട് അന്ന് പാടിയതുകൊണ്ട് അപ്പോൾ ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകേ അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇതോടൊപ്പം തന്നെ ഒരു അപേക്ഷയുണ്ട്. കാരണം എൻ്റെ 69 മുതൽ കൊണ്ട് 69-70 മുതൽ കൊണ്ട് അവിടെ പോകുന്നതാണ്. ആ സമയത്തുണ്ടായിരുന്ന പമ്പയല്ല ഇന്ന്. അത് എങ്ങനെയായി? ഭക്തി മൂത്തിട്ടാണ്. ഭക്തന്മാരുടെ പ്രളയം അവിടെ വന്നിട്ട് ഒരു തരത്തിലും അത് അടക്കാനൊക്കാത്തതുകൊണ്ട് അത് സമ്മതിക്കുന്നു. പക്ഷേ അവർക്കുള്ള സൗകര്യങ്ങളോ അവരിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളോ ഒന്നും ചോദിക്കാൻ അർഹനല്ല ഞാൻ. അതിനൊന്നും ആ അവസ്ഥയ്ക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിൻ്റെ അധികാരികളോട് ഞാൻ കെഞ്ചി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ഒരു പരമമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നുകൂടുന്ന ജനങ്ങൾക്ക് അല്പമെങ്കിൽ കുറച്ചുകൂടി ഒന്നുകൂടി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൂടെ? ആത്മീയതയുടെ ഗായകൻ എന്ന് ദാസേട്ടനെ സവിനയം വിശേഷിപ്പിക്കാൻ അനുവദിച്ചാലും, കാരണം ശരീരത്തിൻ്റെ ഭാഷ അതിപ്പോൾ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ ഭാഷയിൽ പറഞ്ഞാൽ പെർഫോമൻസ്, അതിൽ നിന്നൊക്കെ അതീതമായി ആത്മാവിനെ അനന്തമായ ദൈവിക സാന്നിധ്യവുമായി പൊരുത്തപ്പെടുത്താനുള്ള ഇതിനകത്തൊരു കാര്യമുണ്ട്. ശരീരവും ശാരീരവും എന്നുള്ളത് വളരെ അടുത്താണ്. അപ്പോൾ ഈ ശാരീരം കൊണ്ട് പ്രയോഗിക്കുന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ശരീരം കൊണ്ടല്ല അധികം. ശാരീരമാണ് നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക. ഈ ഭാഗത്തു നിന്ന് ആണ് നമുക്ക് എന്തെല്ലാം നമ്മുടെ നൃത്തം നമ്മുടെ ശാരീരത്തിൽ നിന്നുണ്ടാവണം, അല്ലാണ്ട് ശരീരത്തിൽ നിന്നല്ല നൃത്തം ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് പാട്ടുകാർക്ക് ഒരുപാട് അനാവശ്യമായ ആക്ഷൻസ്, അതല്ലെങ്കിൽ കൈ കാലെടുക്കുക അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതല്ല, അതിനേക്കാൾ ഉപരിയാണ് ഇപ്പോൾ ഡാൻസും അതും ഇതൊക്കെയാണ്. ഞാൻ അതിനോട് എതിർപ്പില്ല. ഓരോ സമയത്ത് ഓരോ അത് വേണ്ടിയതുപോലെ പോകാം. പക്ഷേ ഒരിക്കലും നമ്മൾ വിട്ട് അങ്ങോട്ട് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ സംഗീതം എന്നുള്ളത് വെറും കോലാഹലമല്ല. സംഗീതം ഏറ്റവും അതിൻ്റെ ഞങ്ങളൊക്കെ ഇപ്പോൾ തിയറിയിൽ പഠിച്ചതിന് സമ്യക്കാകുന്ന ഗീതം എന്നാണ്. സംഗീതം ഒരു കാതിന് അരോചകമായിട്ടുള്ള സംഗീതമല്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രോചകമായിട്ടുള്ള സംഗീതമായിരിക്കണമെന്ന് ഒരു വിശ്വാസമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നും പ്രശ്നമൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. ഞാനും സിനിമയോട് ബന്ധപ്പെട്ടതുകൊണ്ട് സിനിമാ ഗാനങ്ങളിലൊക്കെ ചില ബഹളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഔചിത്യത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് കാരണം അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സും വളരെ ഞങ്ങൾക്ക് തരുന്ന പാട്ടുകൾക്ക് കുറച്ചൊരു പക്വതയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് വിധത്തിലും ആവാന്നുള്ള സ്ഥിതി വന്നിട്ടുണ്ട്. സാധാരണ ഒരു തമാശ പോലെ
നാം മലയാളികളെ പറ്റി പറയാറുണ്ടല്ലോ, ഉന്നതിയിലേക്ക് പോകുന്നവരെ പിറകെ നിന്ന് പിടിച്ച് താഴെയിടുന്ന ഞണ്ടുകളുടെ ഒരു മനഃശാസ്ത്രം എന്നുപോലെ. ഒരുപക്ഷെ ഈ മനഃശാസ്ത്രത്തിൻ്റെ മലയാളിത്വത്തിൽ നിന്ന് അങ്ങ് അനുവദിക്കുമെങ്കിൽ പറയാം, രക്ഷപ്പെട്ടു നിൽക്കുന്നത് ദാസേട്ടൻ മാത്രമാണ്. വളരെ അപൂർവം പേര്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു തെറ്റിദ്ധാരണയാണെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആരും പിടിച്ചു വലിച്ചിട്ടൊരു കാര്യമില്ല. അത് പിടിച്ചു വലിച്ചാൽ അവരും കൂടി മേലോട്ട് തന്നെ പൊങ്ങിപ്പോരും എന്ന് എനിക്ക് തോന്നണേ. നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കപ്പാസിറ്റി നമ്മളുണ്ടാക്കണം. അതേസമയം നമ്മൾ പിടിച്ചു വലിക്കുന്നവരെ കൊണ്ട് നമ്മളെ ഒന്ന് ഉയർത്താൻ ശ്രമിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ ഉയർത്തുന്നവർ തന്നെ പിടിച്ചു വലിച്ചിട്ട് താഴെയിടും. അപ്പം മറ്റേതല്ല, നിൻ്റെ കർമ്മം കൊണ്ട് നിൻ്റെ അറിവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക, നിനക്കുള്ള തെറ്റുകളെ തിരുത്താനുള്ള സാധകം ഒക്കെ ചെയ്യുക. അങ്ങനെ ഞാനൊരു ഗായകനെ പറ്റി മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് മറ്റു വശത്തേക്ക് പോകുന്നില്ല. മറ്റവർക്ക് ഇത് കറക്റ്റാണ്, പ്രവൃത്തിയിലൊക്കെ അതെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ടത് എപ്പോഴും ചെയ്യും. ദാനേ ദാനേ പേ ലിഖേ ഖാനേ വാലേ ഖാ നാം. ഞാൻ അത് സൂർദാസിൻ്റെ ഇതാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് അതൊന്ന് ഗാനേ ഗാനേ പേ ലിഖേ ഗാനേ വാലേ ഖാ നാം, അതായത് ഓരോ പാട്ടിലും എഴുതിയിട്ടുണ്ട് ആര് പാടണം എന്നുള്ളത് എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അതിനകത്ത് യാതൊരു ഇത്രയും കാലം പാടിയിട്ടുണ്ട്. അതുകൂടാണ്ട് എനിക്ക് എൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഋഷീവരന്മാരെ തുല്യമായിട്ടുള്ള സംഗീത പരമ്പരയിലുള്ളവർ നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തെ കൊണ്ടൊന്നും വല്ലാത്തൊരു നിലയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം പോലും എൻ്റെ ഈ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് കയ്യിലാക്കാൻ ഒത്തിട്ടില്ല. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് സന്തോഷിക്കത്തക്ക രീതിയിൽ. യഥാർത്ഥത്തിൽ റഹ്മാൻ ഓസ്കാർ അവാർഡ് നേടിയപ്പോൾ വാത്സല്യമുക്തമായ അഭിനന്ദനം ദാസേട്ടനിൽ നിന്നാണ് ഉണ്ടായത്, അഹങ്കാരലേശമില്ലാതെ. അപ്പോൾ ഞാൻ ഓർത്തത് റഹ്മാൻ ദാസേട്ടനെ പറ്റി പറഞ്ഞതാണ്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും മനോജ്ഞമായ ശബ്ദം ദാസേട്ടൻ്റേത് എന്ന്. ആ മനോജ്ഞമായ ശബ്ദത്തിൽ ഏതാണ്ട് 50,000 പാട്ടുകൾ ഓളം കണക്കൊന്നും എടുത്തിട്ടില്ല. ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പാട്ടിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. അയ്യപ്പൻ കോവിൽ പോയി 18 പടിയിൽ എത്ര പടിയിൽ തേങ്ങ അടിച്ചു, ഞാൻ ആദ്യത്തെ പടിയിൽ മാത്രം അടിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ ഒരു കണക്കിൻ്റെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഏതാണ്ട് 58 ആദ്യമായി അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്ന ജയചന്ദ്രനോടൊപ്പമാണെന്ന് തോന്നുന്നു യുവജനോത്സവത്തിൽ മത്സരിക്കുന്നത്, സമ്മാനിതനായി. അതെ, അല്ല അന്നത്തെ എന്താന്ന് വെച്ചാൽ അന്ന് ജയൻ പാട്ടിനല്ല വന്നത്. അതാ രസം. അതിൻ്റെ ഫോട്ടോ തരാം ഞാൻ. അതായത് ജയൻ മൃദംഗത്തിനും ഞാൻ പാട്ടിനുമായിരുന്നു. അത് ശരി. അതെ. എന്നിട്ട് ഏറ്റവും രസം എന്തെന്ന് വെച്ചാൽ ജയൻ എനിക്ക് വേണ്ടി അന്നത്തെ ഇതിന് പെർഫോമൻസ് ഉണ്ട്, ജയിച്ച ആള്. അപ്പോൾ എനിക്ക് മൃദംഗം വായിച്ച ജയന. ആ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ശരി. എന്തായാലും അങ്ങനെ ഒരു കണക്കെടുപ്പിന് ഒരു പ്രസക്തി ഇല്ലെങ്കിലും ദാസേട്ട, അങ്ങ് ഈ കഴിഞ്ഞ 50-55 വർഷക്കാലത്തോളം ഒരു ദിവസം പുതുതായി 3 പാട്ടെങ്കിലും പാടിയിട്ടുണ്ട്, ഓരോ ദിവസത്തെ കണക്കുമെടുത്താൽ. ഇനി മറ്റൊരു കണക്ക്, അടുത്ത കാലത്താണല്ലോ AVM സ്റ്റുഡിയോവിൽ ഒരു ദിവസം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും 16 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു. ആർക്കും ഒരിക്കലും സ്പർശിക്കാൻ പറ്റാത്ത റെക്കോർഡ്. അതിനകത്ത് ഒരു ചെറിയ ഇതുകൂടിയുണ്ട്. നമ്മൾ അന്നത്തെ കാലത്തെ കൂടി ഒന്ന് ഓർക്കേണ്ടിയിരിക്കണം. കാരണം ഇന്നാണെങ്കിൽ എനിക്കതൊരു 20 പാട്ടിന് മേലെ പാടാൻ നിൽക്കും. 20 അല്ല 25 പാട്ട് വേണേൽ പാടിത്തരാമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ക്വാളിറ്റി ഒന്നും നോക്കണ്ട. അന്ന് അതല്ലായിരുന്നു. അന്ന് ഒരേ ഒരു സ്ട്രെച്ചിൽ നമ്മൾ ഓരോ പാട്ടും തീർക്കണം. ഒരു പഞ്ചിങ് ഇഞ്ചിങ് ഒന്നുമില്ല, എഡിറ്റിംഗ് ഒന്നുമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും അത് പാടിയേ പറ്റൂ. അങ്ങനെയാണ് ആ പാട്ട് തീർത്തത്. നീലജലാശയത്തിൽ എന്നുള്ള പാട്ടാണ് ഏറ്റവും അവസാനത്തെ പാട്ട് ഉമറിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല, ആ കാലം അത് വേറെ. അങ്ങ് പഴശ്ശിരാജയിലെ ആ മധുരോദാരമായ ഗാനം ആലപിക്കുന്നത് ആദിയുഷസ് എന്ന് തുടങ്ങുന്ന അത് ഒരു 2 വരി മൂളാമോ? അത് പ്രത്യേകിച്ച് ഞാൻ അഭ്യർത്ഥിക്കാൻ ഒരു കാര്യമല്ല, എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല. ശരി. ആദിയുഷസന്ധ്യഭൂതദിവിടെ ഞാൻ തുടങ്ങണമെന്ന് എനിക്കറിയാം. അതിൽ ഒരുപക്ഷെ ONVയുടെ രചന, ശ്രീ ഇളയരാജ ആ ഗാനത്തെപ്പറ്റി ദൗർഭാഗ്യകരമാണെന്ന് തോന്നുന്നു, എന്തോ ഒരു കാര്യം പറഞ്ഞതിനെപ്പറ്റി ഒരു വാദം നടന്നു.
ദാസേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാദം? ഞാൻ കേട്ടു അതിനെപ്പറ്റി. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തിനു മനുഷ്യന് നമ്മൾ ഒരു കയ്യിൽ നിന്ന് വിട്ടുപോയ കല്ലിനെ പിടിച്ചെടുക്കരുത്, പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് വിട്ടുപോയി. വിട്ടുപോയതിൽ ആരുടെ കുറവ് കൊണ്ടാണ് ഇത് വേറൊരു തരത്തിലാകേണ്ടതാണെന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒന്ന്, ഇതിനി അത് കൂടുതൽ അതിനെപ്പറ്റി ഇത് ചെയ്യണ്ട. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂഡിലായിരിക്കാൻ പറഞ്ഞത്. പക്ഷേ ആരെന്ത് പറഞ്ഞാലും ശരി, ONV സാറാണെന്ന് എല്ലാവർക്കും നമുക്കറിയാം. അതറിയാത്തവരെ പറ്റി, പിന്നെ അറിയാത്തവരുടെ കാതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ONV സാറിനെ പറ്റി പറയണം. ONV സാറിനും വലിയ ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോഴും സാധാരണ രീതിയിൽ ഇപ്പോഴൊരു പൊതുവെ കുറേ കാലമായി നമ്മൾ പറയുന്നതാണല്ലോ, ഈ കലികാലത്തിൽ ജനിക്കേണ്ടി വന്നല്ലോ ഭഗവാനെ എന്നുള്ള ഒരു രീതിയിൽ ഒരു പഴയ വർത്തമാനം. പക്ഷേ നിരവധി, ഒരുപക്ഷെ ഭൂരിപക്ഷം മലയാളികളും അവരുടെ മനസ്സിൽ അനുരണനം കൊള്ളുന്ന രീതിയിൽ പറയുന്നുണ്ട്, ദാസേട്ട, യേശുദാസ് പാടുന്ന ഈ കാലത്ത് ജീവിക്കാൻ ഇടയായതിൽ എത്ര ധന്യരാണ് ഞങ്ങൾ എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. മലയാളികൾ ഒരുപക്ഷെ അങ്ങനെ ആരെയും അംഗീകരിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് അങ്ങ് ഉൾക്കൊള്ളുന്നത്? അങ്ങ് കൂടുതൽ കൂടുതൽ വിനയാന്വിതനാക്കുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അല്ല, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ദിവസവും ഞാൻ സംഗീതത്തിൻ്റെ കോല് വെച്ചിട്ടാണ് ഞാൻ എന്നെ അളക്കുന്നത്. അതിൻ്റെ ഓരോന്ന് അറിയും തോറും അതിൻ്റെ ആഴങ്ങൾ പിന്നെയും പോവുകയാണ്, കൈ എത്തുന്നില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്തിനായി ചാടുന്നത്? എനിക്കൊരു ചെറിയ സാധനം വെച്ചിട്ടല്ല ഞാൻ കളിക്കുന്നത് ഒരു കടലുമായിട്ടാണ്. ആ കടലിൻ്റെ അകത്ത് എനിക്ക് ഉള്ള വസ്തുക്കളെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കൈയിടുമ്പോൾ വേറെ പല വിധത്തിലുള്ള പല നമുക്ക് വില മതിക്കാൻ പറ്റാത്തത്രയുള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണോ, അതോ എനിക്കിത് കിട്ടി, അത് എനിക്ക് ഒരിക്കലും പറ്റില്ല. അത് കാരണം ഒന്ന്, പൂർണ്ണത എന്നുള്ളത് മഹാത്മാക്കൾ പറഞ്ഞു കഴിഞ്ഞ് പൂർണ്ണമായിട്ടുള്ളത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എന്തെല്ലാം തെറ്റുകൾ, ചിലപ്പോൾ ഇന്ന് പാടുന്ന രാഗത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു കാണില്ല, ഇന്നലെ നന്നായിരുന്നിരിക്കും, ഇന്ന് പറ്റി, അപ്പോൾ പിന്നെ തീർന്നില്ലേ. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനുള്ളതിന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ഞാൻ പറയുന്നത് നമുക്ക് കിട്ടിയ ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഒരു അനുഗ്രഹമാണ് ദൈവം ജഗദീശൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അതിൻ്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരശുദ്ധതയ്ക്ക് വേണ്ടി, നമ്മുടെ ശരീരശുദ്ധതയ്ക്ക് വേണ്ടി, ശരീരം ശുദ്ധമായാൽ മാത്രമേ ശരീരം ശുദ്ധമാവുള്ളൂ. ഇത് പ്രത്യേകിച്ച് നമ്മൾ പറയണമെന്ന് വെച്ചാൽ, ഒരു വീട്ടിലെ ഡ്രൈനേജ് സിസ്റ്റം പോലെ തന്നെയാണ് ബോഡി. ആ ബോഡിയെ നമ്മൾ ശുദ്ധമാക്കി വെച്ചില്ലെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ ഇല്ല. ഇപ്പോൾ വയസ്സ് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ആ വയസ്സിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കാണ്ട് അവിടെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിയെന്ന് വരാം, തട്ടിയെന്ന് വരാം, ഇല്ലാണ്ടായെന്ന് വരാം. പക്ഷെ അതല്ല, ഇതെൻ്റെ അച്ഛൻ തന്ന സാധനമാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവം തന്ന സാധനമാണ്. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് വളരെ സൂക്ഷിച്ച്, ആരും ഇതിനെ തുടരുത്. എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സാധാരണ കലാകാരന്മാർക്കുള്ളൊരു വലിയ ദോഷമാണ് 2 ഭാര്യമാരെ വയ്ക്കുക എന്നുള്ളത്. അല്ല, ഞാൻ കുറ്റം പറയല്ല. മിക്കവാറും എല്ലാ പാരമ്പര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തമിഴത്തെ നടന്മാരും ഇവരും ഒക്കെ ഒന്നുമില്ലെങ്കിൽ മനസ്സിനെങ്കിലും ആഗ്രഹം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും മനുഷ്യനാണ്, എനിക്ക് അങ്ങനെയില്ല, ഞാനൊരു പുണ്യവാളനാണെന്നൊന്നും ഞാൻ നടിക്കുന്നില്ല. പക്ഷേ ഞാൻ 2 എണ്ണം ഞാനും വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന് സംഗീതമാണ് എൻ്റെ ആദ്യത്തെ ഭാര്യ, രണ്ടാമതേ എൻ്റെ ഭാര്യയുള്ളൂ. പിന്നെ കുഴപ്പമില്ലല്ലോ, രണ്ടാമത്തെ അവൾക്ക് സന്തോഷമാണ്, അവൾക്കും ഈ ഭാര്യയോട് വലിയ ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനും രക്ഷപ്പെട്ടു, അവളും രക്ഷപ്പെട്ടു. ഇത് വാസ്തവത്തിൽ നമുക്ക് എന്തെന്ന്, ഇതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഒരു വസ്തുവാണ് ഈ കാമം അല്ലെങ്കിൽ ഇതൊക്കെ. അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ കിട്ടുന്ന ലഹരി, ഇതിൽ കിട്ടുന്ന തൃപ്തി മറ്റതിൽ കിട്ടില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അങ്ങയുടെ അഭിമന്യ ഗുരുനാഥൻ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ആ ദുഃഖകരമായ നിര്യാണം, അതിനുശേഷം 1-2 വർഷങ്ങൾ കടന്നു പോകുന്നു. ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രം, ചെമ്പൈ ഗ്രാമത്തിൻ്റെ തിരുനടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രം, അവിടെ ദാസേട്ടൻ ഗുരുവിന് വേണ്ടി ഒരു സ്മൃതി മണ്ഡപം അന്ന് അവിടെ ഇരുന്ന് പാടിയിട്ടുണ്ട്. പ്രപഞ്ചോൽപത്തി തൊട്ട്
നാദോപാസന നിർവഹിക്കുന്ന എല്ലാവരെയും ഗുരുബദ്ധമായ ധന്യതയിൽ ബന്ധിച്ചു നിർത്തുന്ന അതുപോലെ തോന്നി. ഗുരുവുമായി പങ്കിട്ട ആ ദിവസങ്ങൾ ആദ്യമായി കണ്ടത് അവിടെ എനിക്ക് ഞാൻ കടന്നു പോന്നിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ എനിക്ക് കണ്ട് ആ അനുഗ്രഹം കിട്ടാനുള്ള ഇടയായിട്ടുള്ള ഗുരുക്കന്മാരിൽ വെച്ച് ഏറ്റവും മുഖ്യനായിട്ടുള്ളത് അദ്ദേഹമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അതെ, ഓരോ നിമിഷവും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗുരു എന്നുള്ളത് ഒരു പ്രത്യേക ഗുരു ആളല്ല. പലതിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നായി പോലും നമ്മുടെ ഗുരുവാകും ചില സമയത്ത്. അപ്പോൾ ഗുരുവിൻ്റെ അംശം പലയിടത്തും ഉണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷേ ഇത് പരമഗുരുവായിട്ട് കണക്കാക്കുന്ന ആ ഒരു ലെവൽ പറയില്ലേ, അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുള്ളത് വെച്ച് നോക്കിയിട്ട് ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് കാരണം തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മറക്കാനേ. അദ്ദേഹത്തിൻ്റേത് തന്നെ പാവന ഗുരു. അതെ അതെ അതെ, അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉറക്കത്തിലും എപ്പോഴും ഒരു കച്ചേരിയിൽ അത് എന്നോട് ഗുരുവിനെ പറ്റിയുള്ള ഒരു കീർത്തനം പാടാണ്ട് ഞാനൊരു കച്ചേരി നടത്തില്ല. പാവനഗുരു എപ്പോഴും പാടാറുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതിൻ്റെ ആദ്യത്തെ ഒരു വരിയെങ്കിലും, കാരണം അവരിൽ ഒരു പാവന ഗുരു പവനപുരധീശം ആശ്രയേ ഗുരുഭവനപുരധീശം ആശ്രയേ. ഒരു കാര്യം ഞാൻ പറയാം, ഈ പാവനഗുരു എന്ന് പറയുമ്പോൾ ഞാൻ ചെമ്പയാണോ ഓർക്കുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനല്ല ഉള്ളത് സത്യം പറയാമല്ലോ. ഞാൻ എൻ്റെ പൂർണ്ണമായിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ ജീവിതത്തിൽ ദുഃഖം എന്ന് പറയുന്നതിൽ ഏറ്റവും ദുഃഖമുണ്ടായ കാര്യം, ചെമ്പേ സ്വാമി എന്നെ നിർബന്ധിച്ച് നീ വരൂ പോല നമ്മൾ എന്നോട് പിറந்த നാൾ അങ്കേതാ ഇന്നേക്ക് നീ കൂടെ വരണം. അപ്പം അദ്ദേഹം മനസ്സിൽ ധരിച്ചിരുന്നു തോന്നണു, ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ അവർ എന്നെ അകത്ത് കയറ്റും എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. അപ്പം അത് നടക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പുറത്ത് ഒരു റെസ്റ്റ് റൂമിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്, ഞങ്ങൾ അപ്പോഴെടുത്തത്. ഞാനിങ്ങനെ നിൽപ്പുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്, അല്ലാണ്ട് ഒരു സന്തോഷമല്ല. അപ്പോൾ ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ പിറന്നാളിൽ അവസാനത്തെ പിറന്നാൾ അദ്ദേഹം അകത്ത് കയറി പാടാനൊത്തില്ല, ഞാൻ കാരണം. ആ ഒരു ദുഃഖം. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി, എന്നിട്ടും എനിക്ക് വേണ്ടി അദ്ദേഹം കൺവിൻസ് ചെയ്ത്, നാം രണ്ടുപേരും പാടുന്നത് കൊണ്ട് നിറയെ പേര് വരും ഇല്ലയാ, അതിനാൽ നമ്മൾ വെളിയിൽ പാടണം, എന്നെ കൺവിൻസ് ചെയ്യണമെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. അത് കഴിഞ്ഞ് ആഞ്ഞ നമ്പൂരി തിരുമേനിയുടെ അടുത്ത് കൊണ്ടുപോയി. വാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇരിക്കാൻ ഒക്കുന്നില്ല. അത് കഴിഞ്ഞ് വടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി ഞാനിങ്ങനെ വെറുതെ ഒരു പശു വലിയ തള്ളപ്പശുവിൻ്റെ പുറകെ കുട്ടിപ്പശു പോണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് ഇരിപ്പുറപ്പിക്കുന്നില്ല. വടാ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി അവിടെ നിന്ന് നേരെ എവിടെയോ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് ദൂരെ പോയി. അപ്പോഴേക്കും അവിടെ ഒരു പാർത്ഥസാരഥി ടെമ്പിളുണ്ട്, പഴയ ക്ഷേത്രം, ചെറുത്. അവിടെ ചെന്നു. ഞാനിത് ഈ ക്ഷേത്രമായിട്ട് തോന്നിയില്ല, ഒരു കക്കൂസ് പോലെ ഒരു സാധനം, അത് വലിയ ശുദ്ധമായിട്ടൊന്നും ഇരിക്കുന്നില്ല, പഴയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഇങ്ങനെ അതിൻ്റെ ആവശ്യമായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ വാ ഇതും ഗുരുവായൂരപ്പനാണ്. അപ്പോഴും ഞാൻ പറഞ്ഞെന്താണ്, അങ്ങാണ് എൻ്റെ ഗുരുവായൂരപ്പൻ, അങ്ങനെ എൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹം കൊടുത്ത ശബ്ദം ഇതാണ്, ഓ അതായത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പാവനഗുരു പാടുമ്പോൾ ഞാനും കൃഷ്ണനെ അല്ല ഓർക്കണം, മറ്റു കൃഷ്ണ എന്നുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ അത് കൃഷ്ണനെ ഓർത്തോളാം. പക്ഷെ ഇത് ശരിക്കും പൂർണ്ണമായിട്ടും എൻ്റെ പരമഗുരുവായ ചെമ്പൈ വൈദ്യനാഥ സ്വാമിയെ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ദാസേട്ടൻ്റെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോയിടും എന്നുള്ള ആ മനോഹര ഭക്തിഗാനം മനസ്സിലൊരു മാഗ്ന കാർട്ട, ഒരു പ്രഖ്യാപനത്തിൻ്റെ ഈണധ്വനി പോലെ ഇപ്പോഴും സൂക്ഷിക്കണം. എനിക്ക് അതിലുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ അന്ന് എൻ്റെ കൊച്ചിലുള്ള എൻ്റെ സിനിമയിൽ പാടുന്നതിൻ്റെ ആവേശവും വയലാറിൻ്റെ സിറ്റുവേഷണൽ ഒരു ക്രിയേഷനുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ബന്ധപ്പെട്ട് വന്നു. എന്നെ അവിടെ ഗുരുവായൂർ കയറ്റാതിരുന്നത് കൊണ്ടുള്ളതും ഇതൊക്കെ കൂടി വന്നപ്പോൾ എന്തൊക്കെ ഒരു ചരിത്രം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഇതായിപ്പോയി എന്നുള്ളതല്ലാതെ. ഇതുപോലുള്ള ഒരു വേളയിൽ അതിലെ ഒന്നോ രണ്ടോ ഈണം മൂളുമ്പോൾ ഒരു പക്ഷേ
എന്താണ് അങ്ങയുടെ ആത്മാവിൽ ഇപ്പോഴും ആ ഒരു ദിവസം ഞാൻ പോയിടും എന്ന് അങ്ങേക്ക് ഇപ്പോഴും ആ പഴയ ധ്യാനോഷ്മളമായ ഭാവതലത്തിൽ അങ്ങനെ ചൊല്ലാൻ? മോനിപ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയുടെ സമയമാണ്. പക്ഷെ എന്നാലും ഞാൻ ഇതിനെപ്പറ്റി പറയാം. കാരണം ഇത്രയൊക്കെ ഞാൻ ഇപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ പടത്തിൻ്റെ അകത്തും കൃഷ്ണൻ്റെ പടത്തിൻ്റെ അകത്തും ദേവിയുടെ പടത്തിൻ്റെ അകത്തും മറ്റ് എന്തൊരു രൂപത്തിൻ്റെ അകത്തും പരമമായിട്ടുള്ള ആ പരബ്രഹ്മത്തിനെ കാണാനുള്ള ശ്രമമാണ് ഞാൻ. കാണാനൊക്കുന്നില്ല, പക്ഷെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയിൽ ഈ പുറം ചട്ടകളെയൊക്കെ ഞാൻ മാറ്റിയിട്ട് അങ്ങോട്ട് കാണാം. അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാണ്ടിരിക്കാം, പോവുകയും ചെയ്യാം, പോകാതിരിക്കാം. പക്ഷെ തടുക്കുന്നിടത്ത് ഞാൻ പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ആ സമയത്ത് വലിയ ബഹളമൊക്കെ ഉണ്ടായ സമയത്താണ് ചന്ദ്രിക പത്രക്കാർ, ഞാനിപ്പോൾ അത് തുറന്നു പറയപ്പോൾ തെറ്റാണ്, ചന്ദ്രിക പത്രക്കാരനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഗുരുവായൂർ അങ്ങയെ കേൾപ്പത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. ഞാൻ ചോദിക്കുന്നതിൻ്റെ ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് എൻ്റെ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ മതം മാറില്ല, മതം മാറുന്നതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ സുന്നത്തും സുന്നത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സുന്നത്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ എന്ത് വ്രതം വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ മക്കയിൽ കയറ്റുമെന്ന് ചോദിച്ചു. അത് എന്ന് പറഞ്ഞു, എന്നാൽ ഇത് എന്ന് പറഞ്ഞ് നിർത്തി. ഇതാണ് എൻ്റെ ഉത്തരവ് എന്ന് പറഞ്ഞു. അതായത് അവിടെ കയറ്റാൻ ഒക്കൂല. പിന്നെ നിങ്ങളെന്തിനാ അതിനെപ്പറ്റി ഇപ്പുറത്തെ കാര്യത്തെപ്പറ്റി പറയുന്നേ? അപ്പോൾ രണ്ടും തുല്യമാണ്, നിങ്ങൾ രണ്ടുപേരും തുല്യമാണ്. ഗുരുവായൂരത്തെയും മക്കയും തുല്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ കുറച്ച് സമയം മുമ്പാണല്ലോ ദേവസ്വം മന്ത്രി ശ്രീ സുധാകരൻ ദാസേട്ടനെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് അസന്നിഗ്ധമായ രീതിയിൽ തന്നെ ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ക്ഷേത്ര പ്രവേശന വിളംബരമായി പോലും ആ ഘട്ടം ആളുകൾ സ്വപ്നം കണ്ടിരുന്നു. ദാസേട്ടൻ ഇതാ ആ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ ഒരു ആത്മീയ നാദോപാസകൻ്റെ ശക്തിയോടും ധൈര്യത്തോടും കൂടി അതാ നടയിൽ ഭഗവാനെ ഉന്മുഖനായി നിൽക്കുന്നു എന്നൊക്കെ ആളുകൾ കരുതിയിരുന്നു. പക്ഷേ അങ്ങയുടെ വിനയം, എങ്ങും ദാസേട്ടൻ പറയുന്ന പ്രപഞ്ച സമാധാനത്തിൻ്റെ ആശയം, ഇതെല്ലാം അങ്ങേ ഒരു പക്ഷേ അതുപോലെയുള്ള ഒരു സാഹസിക മുന്നേറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കും. നമുക്ക് അങ്ങനെ പിടിച്ചു വലിച്ചു അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഉൾക്കൊള്ളുന്നതിന് മുൻപ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പഠിക്കേണ്ടത് സർവത്തിനെയും സർവം ബ്രഹ്മാസ്മി എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് സർവ്വ ജീവചരാചരങ്ങളിലും അവൻ്റെ അംശമുണ്ടെന്ന് ഉൾക്കൊള്ളുന്നതിന് മുൻപ് അഹം ബ്രഹ്മാസ്മി എന്ന് പഠിക്കാനേ പാടില്ല. ദാസേട്ടനോടൊരു അന്വേഷണം, അത് ഈ കാലഘട്ടത്തിൻ്റെ അന്വേഷണമാണ്, ഒരു ജനതയുടെ സമഗ്രമായ അന്വേഷണമാണ്. നിരാശയില്ലെന്ന് പറയുന്നു, ഭഗവത് സന്നിധാനം എവിടെയുമുണ്ടെന്ന് അനുഭവവേദ്യമാകുന്നു. പക്ഷേ ആ നടക്കകത്ത് ഒരു ദിവസം കയറി ഭക്തിഗാനത്തിൻ്റെ ഒരു വരി മോളാൻ എനിക്ക് ഞാനില്ല, ഇനിയില്ലെന്ന് പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളവനല്ല ഞാൻ. എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഗുണകരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിനകത്ത് തെറ്റില്ല. അതല്ല, ഭഗവത് ശക്തിക്കൊരു ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ അങ്ങനെ. അതിനകത്ത് എനിക്കൊന്നും അങ്ങനെ ഒരു എൻ്റേതായ ആഗ്രഹമായിട്ട് ഞാൻ നിൽക്കുന്നില്ല. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അത് വളരെ സന്തോഷം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എത്ര യുഗങ്ങളായിട്ട്, എത്ര കോടാനുകൂടി, ഇപ്പോൾ കലിയുഗം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കലിയുഗം തുടങ്ങിയത് സാധാരണ എൻ്റെ ചെറിയ അറിവിൽ 4 ലക്ഷം വർഷത്തോളമായെന്നാണ് പറയുന്നത് കലിയുഗം തുടങ്ങിയിട്ട്. അത് ഒരു ബുക്കിൽ, മറ്റു പലതിലും പല വ്യത്യാസങ്ങളുണ്ടാവുമായിരിക്കും. ഞാനും കേട്ടതിൽ വന്ന് എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് കൃതയുഗം ഉണ്ടായത്, എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ത്രേതായുഗം ഉണ്ടായിരുന്നത്, അതിനുശേഷം എത്രയോ ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ എത്ര സുനാമികൾ ഈ യുഗങ്ങൾക്കിടയിൽ വന്നു കാണും, എന്തെല്ലാം വ്യത്യസ്തങ്ങളായ മതങ്ങളും എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു കാണും, ആരെല്ലാം ഇവിടെ ജനിച്ചു കാണും, ആരെല്ലാം ഉപദേശിച്ചു കാണും, ആരെല്ലാം കൊന്നു കാണും, ആരെല്ലാം നന്മ ചെയ്ത് കാണും, തിന്മ ചെയ്ത് കാണും. ഇതൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അനങ്ങാനൊക്കെ ഇല്ല. പക്ഷേ ഒരു കാര്യം ദാസേട്ടാ സവിനയം അന്വേഷിക്കട്ടെ,
ശബരിമലയിൽ ഇപ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ ചിലപ്പോൾ ഇടയ്ക്കിടെ തീർത്ഥാടനം ഉണ്ടാവുകയില്ല. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാനത് നിർത്തി. കാരണം കയറാനുള്ള ഇച്ചിരി ഒരു ഇത് വന്നു, ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പ്രായം കൂടി ഓർക്കണമല്ലോ. പിന്നെ അത് തന്നെയല്ല, വ്രതമൊക്കെ എടുക്കാൻ എനിക്കൊരു കുഴപ്പമില്ല, കയറുമ്പോൾ ഒരു ശകലം. അപ്പോൾ മറ്റുള്ളവരെയും കൂടി കൂടെ പോകുന്നവരുടെ സ്പീഡും നമ്മുടെ സ്പീഡുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ അവർ ഞാൻ പറഞ്ഞ ദാസേട്ടൻ ഇതിൽ പല്ലക്കിൽ അതിൽ ഇഷ്ടമല്ല എനിക്കത്. അതോടുകൂടി ആ വർഷത്തോടുകൂടി ദേവ ചൈതന്യ സങ്കേതങ്ങളിൽ ദാസാട്ടൻ നാദോപാസന നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥന നിർഭരനായി കൈകൂപ്പി പ്രണവം മനസ്സിലെങ്കിലും ഉരുവിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു ക്ഷേത്രത്തിൽ മാത്രം നിഷിദ്ധമാകുന്നു. അവിടെയാണെങ്കിൽ രാഗസ്വരൂപനായ ശ്രീകൃഷ്ണൻ്റെ ചൈതന്യം. ഇവിടെ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആരെങ്കിലും ശരിയായിട്ടുള്ള, അതായത് മറ്റ് ദേവന്മാരെയോ മറ്റ് രൂപങ്ങളെയോ, നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിച്ചവരുടെ രൂപം തന്നെ പല കൃഷ്ണനെയൊക്കെ വരച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ട്. ചില രാധയുടെ മുഖമൊക്കെ നമ്മുടെ നടീനടന്മാരുടെ ആയിക്കോട്ടെ, അതങ്ങനെ ആ ഒരു ഇതൊന്നുമല്ല. ഇതൊന്നും രൂപം എന്താണെന്ന് പോലും അരൂപിയാണ് അവന് രൂപമില്ല, അവന് നാമമില്ല എന്ന് ബൈബിളിലും പറയുന്നുണ്ട്, ഖുറാനിലും പറയുന്നുണ്ട്, ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയാ രൂപത്തിന് പോയി വചിക്കുന്നത് എന്നുള്ളത് ആ കോൺട്രവേഴ്സിയിലായിട്ട് ഞാൻ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഈ നിലപാടുണ്ടല്ലോ, അപ്പനും മകനുമായിട്ടുള്ള കാണാൻ പാടില്ലാതെ ഉള്ള ഒരു നിലയുണ്ടല്ലോ, അതെന്ന് നശിക്കുന്ന അന്ന് ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് പോകും. അത് ശരി. ഒരു അന്വേഷണത്തിൻ്റെ ദർശനത്തിൻ്റെ ഇങ്ങനെ നിൽക്കണം. അതിങ്ങനെ നിന്നാലേ ഈ വേദനയാണ് നല്ലത്. ഈ വേദനയ്ക്കുള്ള സുഖം വേറെയാണ്. അതിപ്പോൾ നാളെ എല്ലാവരും കൂടി ബഹളമൊക്കെ ഉണ്ടാക്കി എന്നാൽ ദാസനെയും കൂടി കയറ്റി തീർന്നു. ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഏറ്റവും. അപ്പോൾ നമ്മുടെ ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ശക്തി തന്ന ഒരു അപ്പനെന്നോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോ. ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അവിടുത്തെ നാമത്തിൽ. കൃഷ്ണ എന്നുള്ള പാട്ടുകൾ എത്ര എണ്ണം പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കതിൻ്റെ ആ ഫീൽ കിട്ടാൻ വേണ്ടി എന്ന് പറയില്ലേ. ഒരു ദുഃഖം ഇല്ലാത്തവൻ ഒരു ദുഃഖിച്ചുള്ളൊരു പാട്ട് പാടുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലാതെ ഇതല്ല. ദുഃഖിച്ചവനാണ്, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവന് ദുഃഖം ശരിക്ക് ഇത് ചെയ്യാനൊക്കെ ഒന്ന് എൻ്റെ ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു നാദപുണ്യത്തിന് വേണ്ടി കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ വരികൾ. കൃഷ്ണൻ്റെ ഇത് പറയുമ്പോൾ എനിക്ക് അജ്ഞാത്വാത്തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതി ശുച ജനുഷ സ്തുത്യതാവർണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. ഗുരുവായൂർ നടയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഹോളിവുഡിലേക്ക്. അവിടെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രശസ്തനായ റെക്കോർഡോ എന്ന സംവിധായകൻ, അങ്ങയുടെ അഹിംസ, അങ്ങ് 2-3 ഗാനങ്ങൾ കൂടുതൽ ആലപിച്ച, സംസ്കൃതത്തിലും ലാറ്റിനിലും ഒക്കെ ആലപിച്ച അഹിംസ എന്ന. അപ്പോൾ റെക്കോർഡോവിൻ്റെ വീടുമുറ്റത്ത് അവിടെ ആ തളത്തിൽ ഒരുപാട് പ്രശസ്തരായ ഹോളിവുഡിലെ ഉപകരണ സംഗീത വിദഗ്ധർ. അപ്പോൾ ദാസാട്ടൻ അവരോട് പറയുന്നു, നിങ്ങൾ ഏത് ഉപകരണത്തിൽ നിന്ന് എന്ത് സ്വരമുണ്ടാക്കിയാലും ഞാനത് എൻ്റെ വരികളിലേക്ക്. അതെ, നമ്മളത് അഹങ്കാരത്തോട് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയാൻ നമുക്കൊരു ധൈര്യം വരുത്തുന്നത് നമ്മുടെ ആ സാധകം കൊണ്ടാണ്, നമ്മളതിലുള്ള ഡെഡിക്കേഷൻ കൊണ്ട്. നമ്മളതിൽ ധൈര്യമായിട്ട് പറയുമ്പോഴേക്കും ഇന്നലെ ഒന്ന് നോക്കൂന്ന് വാദിക്കാൻ വേണ്ടിയല്ല. നമ്മൾ അതിനനുസരിച്ച വിധത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കാമെങ്കിൽ ഏത് നോട്ടും എന്ത് ഇതും ഇതിൽ വരുത്താൻ നോക്കും.
ആ അർത്ഥത്തിൽ പറഞ്ഞാണ്. അത് മനസ്സിലായി. പക്ഷേ അവർ അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുന്നു. ദാസേട്ടൻ അവരിൽ പലരും മീട്ടിയ ശ്രുതികൾ അല്ലെങ്കിൽ ഉണർത്തിയ വാദ്യവിശേഷങ്ങൾ അതെല്ലാം അനുകരിക്കുന്നു. ഒരു വിസ്മയത്തിൻ്റെ മുഹൂർത്തം അവിടെ ഒരുക്കുന്നു. സംഗീത സമന്വയം, സങ്കലനം അല്ലെങ്കിൽ ഫ്യൂഷൻ, അതിലൊരു പക്ഷേ ആഗോളതലത്തിൽ തന്നെ ആധികാരികമായി ദാസേട്ടന് പറയാൻ പറ്റും. ഇന്ത്യൻ ഭാഷകളിൽ ഒരുവിധം, കാശ്മീരി, ആസാമീസ് ഒഴികെ എല്ലാ ഭാഷകളിലും, പിന്നെ നിരവധി വിദേശ ഭാഷകളിൽ സംഗീതം ചക്രവാളങ്ങൾക്കും ശ്വാസപദ്ധതിയുടെ ഭാഷാ വിന്യാസങ്ങൾക്കും അതീതമാണ് എന്ന് ബോധ്യപ്പെട്ട മഹാപ്രതിഭയാണങ്ങ്. ഈ സംഗീത സങ്കലനത്തിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പരിമിതികൾ, അല്ലെങ്കിൽ അങ്ങനെ വേണമോ? നമുക്ക് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സംശയം ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്. ശിവൻ്റെ ഉടുക്കിൽ നിന്നാണ് ഭാഷ ഉണ്ടായിരുന്നത്. അപ്പോൾ ശിവൻ എന്താണ് സംസാരിച്ചിരുന്നത് എന്ന് ചോദ്യം വരില്ലേ? ശിവൻ്റെ ഉടുക്കിൽ നിന്നാണ് ഭാഷ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ശിവൻ സംസാരിച്ചിട്ടേ ഇല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ചോദ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഈ സംഗീതം എവിടെ നിന്നുണ്ടായി? സംഗീതം ഉണ്ടായത് തന്നെ പാർവതി വരുന്ന ശിവനിൽ നിന്നാണെന്ന് പറയുന്നു. അത് നമ്മുടെ ഭാരത വിശ്വാസം, ആ കാലദേശത്തിൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അറിയാൻ ഒക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാമർ എപ്പോഴുണ്ടായി, ഭാഷകൾ എപ്പോഴുണ്ടായി, അതിനുശേഷം ഗ്രാമർ എപ്പോഴുണ്ടായി. അപ്പോൾ അതുപോലെയാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ നിലപാട്. കാരണം ഒരു കാലത്ത് നീലാംബരി എന്നോ അല്ല അങ്ങനെ ഒന്നുമില്ല. കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി ആ തള്ളയ്ക്ക് വരുന്ന സ്വരങ്ങൾ വെച്ചിട്ട് എന്ന് അവർ പാടിക്കാണും. അത് ഈ കുഞ്ഞിനത് നല്ലൊരു സൂതനിങ് ട്യൂണായിരുന്നു കാണും. ആ സ്വരങ്ങളുടെ കോമ്പിനേഷൻസ് അത് വേഗം ഉറങ്ങിക്കാണും. കാരണം അതിനനുസരിച്ച വിധത്തിലുള്ള സ്വരങ്ങൾ അടുത്തടുത്ത സ്വരങ്ങളെ വെച്ച് നമ്മൾ ഒരു 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 മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഉറങ്ങാത്തവന് ഉറങ്ങിപ്പോവും. അതേസമയം അകന്ന സ്വരങ്ങളെ വെച്ച് വന്നാൽ നമുക്ക് അലേർട്ടാവും നമ്മൾ ഇതെന്താണ് അതെന്താണെന്നുള്ളത്. കാരണം നമ്മൾ അറിയുന്നില്ല. മറ്റേതല്ല, ഇങ്ങനെ മയക്കം ഉണ്ടാക്കും. മയക്കം ഉണ്ടാക്കുന്നതാണ് ആ ലയം എന്നുള്ളത്. ആ ലയം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് രാഗങ്ങൾ നമ്മുടെ പുരാതന കാലം മുതൽ കൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് സംഗീത ശാസ്ത്രജ്ഞന്മാർ അത് ഇന്ന് പാടി പഴകി വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് പറയാനുള്ളത് 72 മേളകർത്ത രാഗങ്ങൾ. ആ മേളകർത്ത രാഗങ്ങൾ കർണാടക സംഗീതത്തിൽ ഉണ്ടാക്കിയതുപോലെ ലോകത്ത് ഒരിടത്തുമില്ല. ഈവൺ ഹിന്ദുസ്ഥാനി മ്യൂസിക് വളരെ സ്റ്റാൻഡേർഡുള്ളതാണ്, വളരെ ഉയർന്നൊരു നിലവാരമുള്ളൊരു സംഗീതമാണെങ്കിൽ പോലും നമുക്കുള്ള അത്രയും താട്ട്, അത് അവർ പറയും മേളകർത്തയ്ക്ക് പകരം താട്ട് എന്നാണ് പറയുന്നത്, അതില്ല അവർക്ക് 10 താട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കാണ് സയൻറ്റിഫിക്കായിട്ട് ഇത്രയും, അതായത് ഒരു രാഗത്തിൻ്റെ, അതായത് കനകാംഗി എന്ന് പറഞ്ഞാൽ കടപയാതി സംഖ്യപ്രകാരം കൊണ്ട് അതിന് കാ എന്നുള്ളത് 1ഉം നാ എന്നുള്ളത് 0യാണ്. അപ്പോൾ 0 1 ഒന്നാമത്തെ രാഗം. രത്നാംഗി രാ എന്ന് പറഞ്ഞാൽ 2ആണ് രണ്ടാമത്തെ രാഗം. ഇങ്ങനെ ഇത്രയും സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു മ്യൂസിക് വേൾഡിലില്ല. പിന്നെ ജന്യരാഗങ്ങൾ, ജനകരാഗത്തിൽ നിന്ന് ജന്യരാഗങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ജന്യരാഗങ്ങളിൽ തന്നെ ഇപ്പോൾ സരിമ പനി സാ സനി പമരി സാ എന്നൊരു രാഗം ഉണ്ടാകും, മധ്യമതി. ഇതാകും ഉടനെ തന്നെ സരിമ പനി സാ അത് തന്നെ. പക്ഷേ സനി പമരി ഗീസ എന്ന ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് ശ്രീരാഗമായി. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷിച്ച്, അത് പാഴാക്കാതെ അതിൻ്റെ ഭാവിയായി. അത് വേണേൽ ശ്രീരാഗവും മധ്യമതി ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല, അത് എന്ത് വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞാൽ പോയി. ഗാനഗന്ധർവനിൽ നിന്ന് ഈ നേരം അത്രയും ഞങ്ങൾ കേട്ടത് സ്വരവിസ്താരമല്ല, സ്നേഹ വിസ്താരമാണ്. 1,00,000-ഓളം ഗാനങ്ങൾ. അങ്ങയോട് ഒന്നും പറയാൻ എന്നെപ്പോലുള്ള ഒരാൾക്ക് ശേഷിയില്ല. ഈ സംഭാഷണം അങ്ങ് എങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? അവസാനിപ്പിക്കേണ്ട, ഇനിയും ഒരു അവസരത്തിൽ നമുക്ക് തുടരാം. അതെ, പക്ഷേ ഈ മാത്രയിൽ നാദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ശ്രോതാക്കളെ അങ്ങ് എങ്ങനെ ക്ഷണിക്കുന്നു? എനിക്ക് പറയാനുള്ളത് അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം, സമാധാനം എല്ലാം നമ്മൾ ഒരു കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുമ്പോഴാണ് ദുഃഖം വരുന്നത്.
നമ്മളിൽ ഒക്കുന്ന വിധത്തിലുള്ള ആഗ്രഹങ്ങൾ തേടിപ്പിടിക്കുക. നമ്മളെക്കൊണ്ട് ഒക്കാത്തത്, നമ്മളെക്കൊണ്ട് നമ്മുടെ പോക്കറ്റിലുള്ളതിനനുസരിച്ച് ചിലവഴിക്കാൻ നോക്കുക. കടം വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആഗ്രഹങ്ങൾ, പ്ലാനുകൾ കൂടുതൽ ഇടാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്താ വരുന്നത്, പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ ഈ സ്ഥിതിയിലെത്തും എന്നുള്ളതൊന്നും ഞാൻ കണക്കൂട്ടിയതല്ല. ഞാനൊരു കണക്കൂട്ടലും ഇപ്പോൾ ഈ ഞങ്ങളൊക്കെ 7 അവാർഡോ 100 അവാർഡോ ഒക്കെ കിട്ടിയതൊന്നും എനിക്ക് കിട്ടും എന്നുള്ളത് അറിഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ പറയും ദാസേട്ടാ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അറിഞ്ഞിരുന്നത് അതിലുള്ള ത്രില്ലും അതിലുള്ളൊരു സുഖവും. അതുപോലെ പാരീസിലെ ആ സാർവദേശീയ സമ്മേളനത്തിൽ ലോകത്തുള്ള എല്ലാ പ്രശസ്ത സംഗീതജ്ഞരും ചക്രവർത്തിമാരും അങ്ങുൾപ്പെടെ അവിടെ നിന്ന് യുനെസ്കോവിൻ്റെ സമാധാനത്തിനും ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടൊന്നും കിട്ടണതല്ല. പക്ഷെ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നമ്മുടെ ചിന്തയെയും ശരീരത്തെയും മനസ്സാ വാചാ കർമ്മണ എന്നാണ് ഇതിൽ പരമായിട്ടൊന്നുമില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഈ ക്രിസ്തീയ സമുദായത്തിൽ 10 പ്രമാണമേ ഉള്ളൂ. പക്ഷേ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് 30 പ്രമാണം ഉണ്ടെന്ന് പറയുന്നത്. കാരണം മനസ്സ് വാച കർമ്മണ എന്നാണ്. ഇപ്പോൾ 10 into 3 30. അതായത് കർമ്മം കൊണ്ട് വ്യഭിചരിക്കരുത്, മനസ്സുകൊണ്ട് വ്യഭിചരിക്കരുത്, വാക്കുകൊണ്ട് വ്യഭിചരിക്കരുത്, കർമ്മം കൊണ്ടും പ്രവർത്തിക്കും. അപ്പം മനസ്സാ വാചാ കർമ്മണ എന്ന് അത് കടുപ്പമാണ്. മറ്റത് 10 തന്നെ. എന്നോട് സ്നേഹമുള്ളൊരു പാതിരി പറഞ്ഞിട്ട് 10 തന്നെ നമുക്ക് കഴിച്ചു കൂട്ടാൻ വലിയ വിഷമമാണ്, പിന്നല്ലേ താൻ ഈ 30 കൊണ്ട് വന്നാലുള്ള സ്ഥിതി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും നമ്മുടെ സംസ്കാരത്തെ ഒരിക്കലും മറന്നു കളയരുത്. അത് പ്രത്യേകിച്ച് യങ് ജനറേഷൻ നമ്മുടെ ഇവിടെയുള്ള സ്വത്തുക്കളൊക്കെ നമ്മുടെ ഒരു പുരാതന കാലം കൊണ്ട് നമ്മുടെ കാരണവന്മാരുണ്ടാക്കി വെച്ച സ്വത്തിൻ്റെ വില അറിയാതെ വേറെ എവിടെയോ ഒക്കെ എന്തോ സ്വത്തുണ്ടെന്നും പറഞ്ഞിട്ട് തേടിക്കൊണ്ട് അന്വേഷിക്കുന്നു, വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. അതിൽ യാതൊരു അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രണവത്തിൻ്റെ ഒരു ശംഖുലിയോടെ ഇത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഓം എന്നുള്ളതാണ് സർവത്തിൻ്റെയും അടിത്തറ. ഒരു വാക്കിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കവചമാണത്. ആ ഓം എപ്പോഴും കച്ചേരി തുടങ്ങുമ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഞാൻ പഞ്ചമവും ഷഡ്ജവും ഇല്ലാണ്ട് ഒരു സ്വരമില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഒരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ളത് പോലെ തന്നെ ഓ ലോകാസമസ്ത സുഖനോ ഭവന്തു. ലോകത്തുള്ള സർവ്വ ജീവചരാചരങ്ങളും സന്തോഷമായിട്ടും സമാധാനമായിട്ടും സാഹോദര്യ ബുദ്ധിയോടുകൂടി ജീവിക്കാനിടയാക്കട്ടെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്.